ഇത് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഇത് ഓണസദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി. ഈ കൂട്ടുകറി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏത്തക്കായയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ചേനയാണ്. ചേന തൊണ്ട് കളഞ്ഞിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് ഞാൻ ഓരോന്ന് ചേർക്കുമ്പോൾ എത്രയാണ് ചേർക്കണമെന്നുള്ളതിൻ്റെ അളവ് ഞാൻ അത് ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയാം. പിന്നെ ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കൂട്ടുകറിയിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കാറില്ല. പക്ഷെ ഞാൻ ഈ കൂട്ടുകറിയിലേക്ക് 2 ഉരുളൻകിഴങ്ങും കൂടിയും ചേർക്കുന്നുണ്ട്. ഈ ഉരുളൻകിഴങ്ങും കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് കടലയാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ വെള്ളക്കടല ചേർക്കുക, അല്ലെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കുക. ഈ കടലപ്പരിപ്പിനെ ചനാദാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത്. ഈ വെള്ളക്കടലയിൽ നിന്ന് എടുക്കണ പരിപ്പിനെയാണ് കടലപ്പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഒന്നല്ലെങ്കിൽ വെള്ളക്കടല എടുക്കുക, അല്ലെങ്കിൽ കടലപ്പരിപ്പ് എടുക്കുക. ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 2 പിടി വെള്ളക്കടല വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അത് കടലപ്പരിപ്പാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 പിടി കടലപ്പരിപ്പ് ചേർക്കാം. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ടും ചേർക്കും, തേങ്ങ വറുത്തിട്ടും ചേർക്കും. തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുക്കുന്നത്. അത് ഇതിലേക്ക് ചേർക്കണ ജീരകം നല്ല ജീരകമാണ് ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് തേങ്ങ വറുത്തിട്ടും ചേർക്കും. കൂടുതൽ തേങ്ങ വറുത്ത് ചേർക്കും, കുറച്ച് തേങ്ങ അരച്ചിട്ട് ചേർക്കും. തേങ്ങ വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മുളകിൻ്റെ പൊടിയും വേണം, കുരുമുളകിൻ്റെ പൊടിയും വേണം. ഈ വെള്ളക്കടല നിങ്ങൾ ഏറ്റവും ആദ്യം കുക്കറിലിട്ടിട്ട് ഒരു വിസിലൊന്ന് വരുത്തണം. അത് കഴിഞ്ഞിട്ട് ഈ കഷ്ണങ്ങളുടെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അത് കടലപ്പരിപ്പാണെങ്കിലും കുക്കറിലിട്ടിട്ട് ഒരു വിസിലൊന്ന് വരുത്താം. ആ കടലപ്പരിപ്പ് ഉടഞ്ഞു പോരുത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കും. പിന്നെ ഈ കറി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോഴായിരിക്കും ശരിക്കും നമ്മുടെ ആ നാടൻ കറിയുടെ ടേസ്റ്റ് വരാം. അപ്പം നമുക്ക് നോക്കാം ഇതേനെ കൂട്ടുകറിയാക്കാന്ന്. ഇനി ആദ്യം തന്നെ ഈ വെള്ളക്കടല കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ 2 പിടി വെള്ളക്കടലയാണ് വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കുതിർന്ന് വന്നപ്പോൾ ഇതിപ്പോൾ ഒരു 4 പിടി ഉണ്ട്. കുക്കറിലേക്ക് ചേർക്കാം. ഈ വെള്ളക്കടലയ്ക്ക് പകരം കടലപ്പരിപ്പായിരുന്നാലും മതി. കടലപ്പരിപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് ഒരു 4-4.5 പിടി എടുക്കുക. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇത് കടല ഇതേപോലെ ഒന്ന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ചേർക്കാണ്ട് ഇത് വേവിച്ചെടുക്കുക. അതിൻ്റെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളുടെ കൂടെ ഈ വേവിച്ചെടുത്തേക്കണ കടലയും ചേർക്കുക. ഒരു വിസിൽ വന്നാൽ മതി. കൂടുതൽ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളക്കടല കറുത്ത കടലേനെ വെച്ചിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ വെള്ളക്കടല കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വറ്റിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കടല വെന്ത് കിട്ടും. കടല വെന്ത് ഉടഞ്ഞ് പോകാണ്ട് നോക്കണം. ഇനി തേങ്ങ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ എടുക്കുക. ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം തന്നെ ഉഴുന്ന് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഉഴുന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 7 പിടി തേങ്ങയാണ് ചേർത്തേക്കുന്നത്. അത് വറുത്ത് ചേർക്കുമ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കണം. അരച്ചെടുക്കുമ്പോൾ അത്രയ്ക്ക് തേങ്ങയുടെ ആവശ്യം ഉണ്ടാവില്ല. തേങ്ങയ്ക്ക് നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാനിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പുക കയറും. ഈ തേങ്ങയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും. ഈ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്നതിനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ എപ്പോഴും തീ പതുക്കൊന്ന് കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ആ തേങ്ങ വറുത്തെടുത്തതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി തേങ്ങ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഗോൾഡൻ കളറാവും. നിങ്ങളത് കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴായിരിക്കും ഇത് എല്ലാ സൈഡും ഒരേപോലെ മുരിഞ്ഞ് കിട്ടുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അപ്പോൾ ഈ തേങ്ങ വറുത്തെടുത്തതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് തേങ്ങ നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ പോണതിന് മുമ്പ് മഞ്ഞൾപ്പൊടി ചേർക്കണം. എന്നാൽ മാത്രമേ മഞ്ഞൾപ്പൊടി ഈ തേങ്ങയുടെ കൂടെ കിടന്നിട്ട് മുരിയുള്ളൂ. ഇപ്പോൾ ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോൾ തേങ്ങ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾ ഈ തേങ്ങ നിങ്ങൾ ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഇതിൻ്റെ ചൂടുകൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോകും. ഇനി കൂട്ടുകറിയിലേക്കുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു പാൻ എടുക്കുക. ഇനി ഇതിലേക്ക് ചേനയും കായും ഉരുളക്കിഴങ്ങും ചേർക്കുക. ഇവിടെ ചേന ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരുപാട് വലിയ പീസായിട്ടല്ല. അത് ചേന പെട്ടെന്ന് വേവും. അതുകൊണ്ടാണ് ചേന കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ചേന ഞാനിവിടെ ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടത് കായാണ്. കായ ഞാനിവിടെ ഒരു വലിയൊരു ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. അതൊരു 315 ഗ്രാം ഉണ്ടായിരുന്നു. ഏത്തക്കായ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം ഏത്തക്കായ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ ഏത്തക്കായ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഉരുളൻകിഴങ്ങും ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഉരുളൻകിഴങ്ങ് ഇതൊരു 350 ഗ്രാം ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നു. ഞാനിവിടെ 2 വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേന ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങ് ഒരു 350 ഗ്രാം ഉണ്ടായിരുന്നു. ഏത്തക്കായ ഒരു വലിയ ഏത്തക്കായാണ് ഉണ്ടായിരുന്നത്. അതൊരു 315 ഗ്രാം ഏത്തക്കായ ഉണ്ടായിരുന്നു. ഏത്തക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്ത് വരുമ്പോൾ പിന്നെ ഒരു 275 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂട്ടുകറിയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വേണ്ടത് ചേനയാണ്. ഇതെല്ലാത്തിൻ്റെ അളവ് ഞാനിവിടെ പറഞ്ഞത് ഇത് തൊണ്ട് കളഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള അളവാണ്. ചേനയുടെയും ഉരുളൻകിഴങ്ങിൻ്റെയും ഏത്തക്കായയുടെയും ഗ്രാമിലുള്ള അളവ് ഞാനിവിടെ പറഞ്ഞത്. മുളകിൻ്റെ പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി കുറച്ച് ചേർത്താൽ മതി. കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക. മുളകിൻ്റെ പൊടി ഞാനിവിടെ ഇതേപോലെ ഒരു വലിയൊരു ടീസ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. കുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് ചേർക്കുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുരുമുളകിൻ്റെ പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ വെള്ളക്കടല ചേർക്കാം. അത് കടലപ്പരിപ്പാണെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കാം. ആ കടല വേവിച്ചെടുത്തേക്കണ വെള്ളം കൂടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഈ വെള്ളക്കടല വേവിച്ചെടുത്ത വെള്ളം കൊണ്ട് മാത്രം ഈ കഷ്ണങ്ങൾ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഈ കഷ്ണങ്ങളൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചേനയൊന്നും ശരിക്കും വെന്ത് കിട്ടില്ല. ഇനി കഷ്ണങ്ങളൊന്നും വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകരുത്. ചെറുതായിട്ട് വെന്തിട്ടൊന്ന് ഉടയണം. പക്ഷേ നന്നായിട്ട് ഉടഞ്ഞിട്ട് പേസ്റ്റ് പോലെ ആവരുത്. ഇനി മൂടി വെച്ചിട്ട് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കഷ്ണങ്ങൾ വേവുമ്പോഴേക്കും ഈ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർക്കുക. ഞാനിവിടെ ഒരു 5 പിടി തേങ്ങയാണ് എടുത്തേക്കണത്. ഇനി ഇതിലേക്ക് ജീരകം ചേർക്കുക. ഒരു 1.5 ടീസ്പൂൺ ജീരകം ചേർക്കുക. ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ സ്പൂണിന് ടീസ്പൂൺ എന്ന് പറയുന്നത്. നിങ്ങൾ ടേബിൾ സ്പൂണിൽ ചേർക്കരുത്, ടീസ്പൂണിൽ ചേർക്കുക. 1.5 ടീസ്പൂൺ ജീരകം. ഞാനിവിടെ ചെറിയ ടൈപ്പ് ജീരകമാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത്. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കഷ്ണങ്ങൾ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഞാനത് ചേർക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ മറന്നു പോയതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ടേബിൾ സ്പൂണിലല്ല ഞാനിവിടെ ചേർത്തേക്കുന്നത്, ടീസ്പൂണിലാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ കഷ്ണങ്ങൾ അങ്ങോട്ട് വെന്ത് കിട്ടില്ല. ഇതിനകത്ത് വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ ഇതിനകത്ത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. വെന്തിട്ട് ഉടഞ്ഞു പോയിട്ടില്ല. ഇതിലേക്ക് ശർക്കര ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കുന്നത്. ഇത് ഒരുപാട് ചേർക്കണ്ട. ഒരുപാട് ചേർക്കാൻ ഈ കറിക്ക് നല്ല മധുരമാവും. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി.
കഷ്ണങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചിട്ട് എടുക്കാം. നന്നായിട്ട് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കരുത്. നിങ്ങൾ ഏറ്റവും ആദ്യം ഇതിലേക്ക് നിങ്ങൾ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കഷ്ണങ്ങൾ വെന്തില്ല ഇതിനകത്ത് വെള്ളം മുഴുവനും വറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും കുറച്ച് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചേർക്കണ വെള്ളം കുറച്ചാനും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഷ്ണങ്ങൾ ചിലപ്പോൾ വെന്ത് കിട്ടില്ല. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം രണ്ടാമതും ചേർത്താലും കുഴപ്പമില്ല. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കഷ്ണങ്ങളെല്ലാം കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടും. ഞാനിവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും ഉടഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. എന്നിട്ട് കറി ഒന്ന് മൂടി വയ്ക്കുക. ഈ തേങ്ങ നന്നായിട്ട് വെന്തിട്ട് ഈ തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു കറി 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ കറിയൊക്കെ നിങ്ങൾ മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ കറി അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കണ ഈ കറിയിൽ നമ്മൾ ചേർത്തേക്കണ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾ അരച്ചിട്ട് ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ അരച്ച് ചേർക്കരുത്. അങ്ങനെ ഒരുപാട് വെള്ളത്തിൽ അങ്ങനെ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങ വെന്ത് കഴിഞ്ഞിട്ടും കറിയിൽ വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിക്കണം. കറി ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കറി ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും. ഈ തേങ്ങ വറുത്തത് ചേർത്തേണ്ടത് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. തേങ്ങ വറുത്തതും ഈ കറിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ കഷ്ണങ്ങളൊക്കെ നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഷ്ണങ്ങളൊക്കെ വെന്ത് ഭയങ്കര പേസ്റ്റ് പോലെ ആവരുത്. തീ ഓഫ് ചെയ്യുക. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടികളും ചേർക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ ചേർക്കാറില്ല, പക്ഷേ ആ കുരുമുളകിൻ്റെ പൊടി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അങ്ങനെ മുരിഞ്ഞിട്ട് കൂട്ടുകറിയിലേക്ക് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമ്മുടെ സദ്യകളിൽ വെച്ചിട്ടുള്ള കറികളിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള ഒരു കറിയാണ് കൂട്ടുകറി. ഈ കറി ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. പക്ഷേ ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അതുമാത്രമേ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ ഈ കറിയിലുള്ള കഷ്ണങ്ങളൊന്നും നിങ്ങളൊരു സമയത്തും കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കരുത്. കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് ഭയങ്കര പേസ്റ്റ് പോലെയാവും. അപ്പോൾ ശരിക്കും ആ കൂട്ടുകറിയുടെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഒന്നല്ലെങ്കിൽ വെള്ളക്കടല ചേർക്കുക, അല്ലെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കുക. ഈ വെള്ളക്കടലയിൽ നിന്ന് എടുക്കുന്ന പരിപ്പിനെ തന്നെയാണ് കടലപ്പരിപ്പ് എന്നും പറയുന്നത്. പക്ഷേ എനിക്ക് വെള്ളക്കടല ചേർക്കുന്നതിന് കുറച്ചും കൂടി ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കടല ഒട്ടും ഉടഞ്ഞു പോവാണ്ട് കിടക്കും. അപ്പം അത് ഈ കൂട്ടുകറിയുടെ കൂടെ കടല അങ്ങനെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്. അപ്പോൾ വിഷുവിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.